നത്തിങ് ഫോൺ 1 ഫൈനലി നമ്മുടെ കയ്യിൽ വന്ന് എത്തിയിരിക്കുകയാണ്. യെസ്, എൻ്റെ കയ്യിലുള്ളത് ബ്ലാക്ക് എഡിഷൻ ആണ്. ആൻഡ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ, ബ്ലാക്കിൻ്റെ പുറകിൽ ഈ ഒരു വൈറ്റ് ലൈറ്റ് കാണാനായിട്ട് ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ ഏറ്റവും ആദ്യമായിട്ടാണ് ഒരു കമ്പനി ഇറക്കുന്ന ഏറ്റവും ആദ്യത്തെ ഫോൺ നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ആൻഡ് 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജും 8 GB വേരിയൻറ്റ് ബ്ലാക്ക് കളറാണ് എൻ്റെ കയ്യിലുള്ളത്. വൈറ്റ് കളർ കിട്ടിയില്ല ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ആക്കിയിട്ട്. സോ ഇത് ഇന്ന് എത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ ഒരു സ്ട്രിക്റ്റ് ഡിസ്ക്ലെയിമർ ഉണ്ട്, നോ ഫാൻ ബോയ്സ്, നോ ഹൈപ്പ്, നത്തിങ്. എന്താണ് ഈ ഒരു ഫോൺ? നിങ്ങളുടെ കയ്യിലുള്ള 32,999 രൂപ കൊടുത്ത് മുടക്കി ഈ ഒരു സ്മാർട്ട് ഫോൺ മേടിക്കുവാണെങ്കിൽ അതിനുള്ളതുണ്ടോ? സോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഏകദേശം ഇത്തരത്തിലുള്ളൊരു സ്ക്വയർ ബോക്സിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് വല്ല ഡയറി ആണെന്നൊക്കെ വിചാരിക്കുള്ളൂ. പക്ഷേ എൻ്റെ ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസ് ലേശം പ്രശ്നമായിരുന്നു. വേറെ ഒന്നുമില്ല, തുറന്നൊക്കെ എടുത്ത സമയത്ത് അകത്തുനിന്ന് 2-3 സാധനമൊക്കെ ഒട്ടിച്ചതൊക്കെ ഇളകിയൊക്കെ പോകുന്നുണ്ടായി. പക്ഷേ ഈ ഒരു പാക്കേജിനകത്ത് സ്മാർട്ട് ഫോൺ ഉണ്ട്, ഒരു USB Type C to Type C കേബിൾ ഉണ്ട്, പേപ്പർ വർക്ക് ഉണ്ട്, പിന്നെ ഒരു ഫിലമെൻറ്റ് ബൾബ് പോലെ ഇരിക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള സിം എജക്ടർ ടൂൾ. 1499 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടോ? 45 വാട്ടിൻ്റെ ഒരു നത്തിങ് ചാർജർ മേടിക്കാം. എന്തിന്? 33 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഫോൺ ചാർജ് ചെയ്യാൻ. പിന്നെ 999 രൂപ ഉണ്ടെങ്കിൽ ഈ തുണി ഇടാത്ത ഫോണിന് ഒരു തുണി അല്ലെങ്കിൽ ഒരു കേസ് മേടിച്ച് കൊടുക്കാവുന്നതാണ്. സോ ഓവറോൾ എഫക്റ്റീവ് പ്രൈസ് നോക്കുവാണെങ്കിൽ 32,999 പ്ലസ് 1,499 പ്ലസ് 999 ഏകദേശം 35,500 രൂപ. ആ ഒരു കാര്യത്തിൽ ആപ്പിളുമായിട്ട് ടഫ് കൊടുക്കുന്നുണ്ട്. സോ ഫസ്റ്റ് തിങ്, നമ്മുടെ ഫോൺ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ശരിയാണ്, വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ്. എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ചില സ്മാർട്ട് ഫോണൊക്കെ ഫോട്ടോയിൽ കാണാൻ ലുക്കായിരിക്കും, പക്ഷേ നേരിട്ട് കാണുമ്പോഴത്തേക്ക് ആ ഒരു ലുക്ക് പോവും. പക്ഷേ ഇത് ഫോട്ടോയിൽ എങ്ങനെയാണോ കാണുന്നത് ആ ഒരു ലുക്ക് തന്നെ നേരിട്ടുമുണ്ട്. പക്ഷേ ഈ ഫോണിൻ്റെ ആക്ച്വൽ പ്രോപ്പർ ലുക്ക് വരണമെങ്കിൽ ഈ പുറകിലുള്ള സാധനം ഓൺ ആയിരിക്കുമ്പോൾ മാത്രമേ ഒരു പ്രോപ്പർ ലുക്ക് വരുള്ളൂ. അല്ലാതെ ഇത് ഓഫ് ആയിരിക്കുന്ന സമയത്ത് ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് റാദർ എ നോർമൽ ഫോൺ ബിക്കോസ് ഇറ്റ്സ് എ ബ്ലാക്ക് കളർ. ഇതിൻ്റെ ഡിസൈൻ ലീക്കായ സമയത്ത് ഈ ഒരു ക്യാമറ സെറ്റപ്പും ബാക്കും സൈഡും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഏകദേശം iPhone 12 ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ iPhone 12 സൈഡ് ബൈ സൈഡ് വെച്ച് നോക്കിയപ്പോൾ ഇത് ശരിക്കും വലുതാണ്. iPhone 12 വലുതാണ്. ഇതിൻ്റെ സൈസ് ആക്ച്വലി കമ്പയർ ചെയ്യണമെങ്കിൽ S22 പ്ലസിൻ്റെ ആ ഒരു സെയിം ഫോം ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു സെയിം സൈസിലാണ് ഇതിരിക്കുന്നത്. പക്ഷേ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടി ഫോണായിട്ട് തോന്നും. പക്ഷേ ഇത് ആക്ച്വലി കുട്ടിയല്ല. അതായത് ഭയങ്കര വലിയ ഫോണും അല്ല, എന്നാൽ iPhone 12 6.1 ഇഞ്ചിൻ്റെ ആ ഒരു കുട്ടിയും അല്ല. യെസ്, സോ റീസൈക്കിൾഡ് അലുമിനിയം വെച്ചിട്ടുള്ള ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ 2 ക്യാമറ ബംസ് ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡറി മൈക്രോഫോൺ ഉണ്ട്. ബാക്ക് സൈഡിൽ ഈ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് വയർലെസ് ചാർജിങ് കോയിൽ കാണാം. അതേപോലെ തന്നെ താഴെ നിങ്ങൾക്ക് ആ ഒരു ഹീറ്റ് പൈപ്പും വെൻറ്റുകളും കാര്യങ്ങളൊക്കെ കാണാം. നത്തിങ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ മെയ്ഡ് ഇൻ ഒരു നത്തിങ്ങിൻ്റെ ബ്രാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഓവറോൾ ബാക്ക് സൈഡ് നമ്മൾ റിഫ്ലക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബാക്കാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോൺ, 2 ആന്റണ ബാൻഡ്സ്. റൈറ്റ് സൈഡിൽ ഏകദേശം മിഡിലായിട്ടാണ് പവർ ബട്ടൺ. ഇത് ലേശം ചില ആൾക്കാർക്ക് പ്രശ്നമാകും. എന്നെപ്പോലെ വലിയ കൈയുള്ള ആൾക്കാരാണെങ്കിൽ ഇത് മിഡിലാണ് ഇതിൻ്റെ പവർ ബട്ടൺ. സോ അത് പ്രസ് ചെയ്യാനായിട്ട് ലേശം കുറച്ചുകൂടെ മുകളിലായിരുന്നെങ്കിൽ ഓക്കെ ആയനെ. താഴെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സിം എജക്ടർ താഴെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സിം ട്രേ ഉണ്ട്. ഡ്യുവൽ സിം ആണ്. മെമ്മറി കാർഡ് ഇടാനായിട്ട് പറ്റില്ല. സിം ട്രേയുടെ ചുറ്റും നിങ്ങൾക്കൊരു റെഡ് കളർ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. USB Type C പോർട്ട് ഉണ്ട്. അതേപോലെ സ്പീക്കർ ഗ്രില്ലുകളും ഉണ്ട്. ആൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു മ്യൂട്ട് ബട്ടൺ ഇതിനകത്തില്ല. പണ്ടേ അറിയാവുന്ന കാര്യമാണ്. മ്യൂട്ട് ബട്ടണും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഐഫോണുമായിട്ട് ഞാൻ സൈഡ് ബൈ സൈഡ് വെച്ച് നോക്കിയപ്പോൾ ആ ഒരു മ്യൂട്ട് ബട്ടൻ്റെ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. പ്ലസ് ഐഫോൺ ഇതിനേലും കുറച്ചുകൂടെ തിന്നറാണ് കേട്ടോ. iPhone 12 ഞാൻ 12 ആയിട്ടാണ് കമ്പയർ ചെയ്തത്. കാരണം അതുമായിട്ടാണല്ലോ ഈ ഒരു കാര്യം കാണാനായിട്ട് ലുക്ക്. അപ്പോൾ കുറച്ചുകൂടി തടിയനാണിത്. തടിയനാണെങ്കിലും 194 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. പക്ഷേ കയ്യിലെടുക്കുമ്പോൾ ആ ഒരു വെയിറ്റ് തോന്നിക്കുന്നില്ല. വെൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ടോട്ടലി ഫ്ലാറ്റ് ആയിട്ടുള്ള ഫോൺ. ഒരു ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, ഞാൻ ഈ ഫോണ് ക്യാമറ സാമ്പിൾ എടുക്കാനായിട്ട് ഇവിടെ പുറത്ത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഞാൻ ഇതിൽ ക്യാമറ ഓണാകുമ്പോൾ ഗ്ലിഫ് ലൈറ്റ് ഓണാക്കിയിട്ടാണ് ക്യാമറ വെച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഗ്ലിഫ് ലൈറ്റ് ഏതൊരുത്തനായാലും വന്ന് കാണും. വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, ബ്രോ ഇത് നത്തിങ് ഫോണാണോ, എങ്ങനെയുണ്ട് എന്നൊക്കെ. സോ പബ്ലിക്കിലൊക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ, മെട്രോയിലോ ബസ്സിലോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഗ്ലിഫ് ലൈറ്റ് ഒന്ന് ശ്രദ്ധിക്കും. സോ 6.55 ഇഞ്ചിൻ്റെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുള്ള 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉള്ള ഒരു OLED ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഡിസ്പ്ലേയുടെ മുകളിൽ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ അവർ ഓൾറെഡി ഒട്ടിച്ചിട്ടുണ്ട്. ടെമ്പർഡ് ഗ്ലാസ് അല്ല, നോർമൽ സ്ക്രീൻ പ്രൊട്ടക്റ്റിംഗ് ഫിലിം. ആൻഡ് ഇവിടെ ചെറിയൊരു കട്ടൗട്ട് കൊടുത്തിട്ടുണ്ട് പ്രോക്സിമിറ്റി സെൻസറിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഡിസ്പ്ലേ
ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഞാൻ ഇന്നേ വരെയും ഇത്രയും ഈക്വൽ ബെസലായിട്ടുള്ള വേറെ ഒരു ഡിസ്പ്ലേയും കണ്ടിട്ടില്ല. നിങ്ങൾ ഇത് സാംസങ്ങിൻ്റെ S22 പ്ലസുമായിട്ട് സൈഡ് ബൈ സൈഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള ബെസൽസ് ഒക്കെ ടോട്ടലി ഈവൻ ചിന്ന് വരെ ഈക്വലാണ്. ഇതിൻ്റെ കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലെക്സിബിൾ OLED ഡിസ്പ്ലേ ആണ്. സോ സൈഡിൽ ഇങ്ങനെ കർവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ലേശം എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെക്നോളജിയാണ്, പക്ഷേ ഇറ്റ്സ് വെർത്ത് ഇറ്റ്. എല്ലാ സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സും ഇത്തരത്തിൽ ഫോൺ ഉണ്ടാക്കുവാണെങ്കിൽ എലിഗൻ്റ് ആയിരിക്കും കാണാനായിട്ട്. സോ ഡിസ്പ്ലേ അത്യാവശ്യം ഇൻഡോർ കണ്ടീഷൻസിൽ ഓക്കെ ആണെങ്കിലും ഔട്ട്ഡോർ കണ്ടീഷൻസിൽ പോകുമ്പോൾ ബ്രൈറ്റ്നസ് എനിക്ക് ലേശം ഒരു പൊടിക്ക് കുറവായിട്ടാണ് തോന്നിയത്. ഞാൻ പലപ്പോഴും നോക്കിയായിരുന്നു ഫുൾ ബ്രൈറ്റ്നസ്സിലാണോ എന്ന്. കാരണം ഡയറക്റ്റ് നമ്മൾ ഔട്ട് സൈഡിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ സൈഡ് ബൈ സൈഡ്, ഇപ്പോൾ ഞാൻ iPhone 12ഉം ഇതുമായിട്ടാണ് ഫോട്ടോസ് എടുക്കാൻ കൊണ്ടുപോയത് എന്നുള്ളതുകൊണ്ട് 12ൻ്റെ 800 നിറ്റ്സ് കുറച്ചുകൂടെ ബ്രൈറ്റർ ആയിട്ട് തോന്നി ഇതിനേലും. സോ ഔട്ട്ഡോർ ബ്രൈറ്റ്നസ് ലേശം കുറവാണ്. എന്നാൽ പോലും കളർ റീപ്രൊഡക്ഷൻ ഇതിനകത്ത് വിവിഡ് അല്ല, ഇതിനകത്ത് അലൈവും സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ 2 മോഡ്സ് ഉണ്ട്. കളർ റീപ്രൊഡക്ഷനൊക്കെ ടോട്ടലി അടിപൊളിയാണ്. 10 ബിറ്റ് ആണല്ലോ കളർ. അതുപോലെ തന്നെ വ്യൂയിങ് ആംഗിൾസും ചില ആൾക്കാർ പറയുന്നുണ്ട് 30% ആ ഒരു ലെവലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ടിൻറ്റ് ഇഷ്യൂ വരുന്നുണ്ടെന്ന്. എൻ്റെ ഫോണിൽ ആ ഒരു ഗ്രീൻ ടിൻറ്റ് ഇഷ്യൂ ഞാൻ കണ്ടില്ല. സോ ഓവറോൾ വിത്ത് ദ ഡിസ്പ്ലേ ഐ ആം ടോട്ടലി സാറ്റിസ്ഫൈഡ്. കമ്മിങ് ടു പെർഫോമൻസ്, ഇതിനകത്ത് സ്നാപ്ഡ്രാഗൺ 778G+ ചിപ്സെറ്റ് ആണുള്ളത്. ആ പ്ലസ് കൊണ്ടുവന്നിരിക്കുന്നത് 2 എക്സ്ട്രാ കാര്യങ്ങൾക്കാണ്. ഒന്ന് വയർലെസ് ചാർജിങ് സപ്പോർട്ടും റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ടും കൊണ്ടുവരാനായിട്ട്. ആൻഡ് പെർഫോമൻസ് വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ നോർമൽ ഡേ ടു ഡേ പെർഫോമൻസുകളിൽ ഞാൻ പറയാമല്ല, നോർമലി നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഇനിഷ്യലി ഒരു ഫോൺ ഓൺ ആക്കി ഉടനെ തന്നെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ഹിക്കപ്പും സ്റ്റട്ടറിങ്ങും ഒക്കെ വരും. കാരണം കുറേ ബ്ലോട്ട് വേസ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഡൗൺലോഡ് ആവും, കുറേ കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ അപ്ഡേറ്റ് ആവും, അപ്പോഴൊക്കെ ഭയങ്കര ഹിക്കപ്പ് വരും. പക്ഷേ ഇതിനകത്ത് ഞാൻ മേടിച്ച് ഇത് തുറന്ന് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ സെയിം പെർഫോമൻസ് ആണ്. ഒരു പ്രാവശ്യം പോലും ഇത് സ്റ്റക്ക് ആവുകയോ ഗ്ലിച്ച് ആവുകയോ എനിക്ക് ടോട്ടലി സ്മൂത്ത് ഫീലിംഗ് തോന്നി. ഇത് ചുമ്മാ ഒരാളുടെ കൈ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാലല്ലോ, ഇത് 32,000 രൂപയുടെ ഫോണാണെങ്കിൽ 32,000 രൂപയുടെ ഫോണാണ് എന്ന് പറഞ്ഞു പോകും. അത്രയ്ക്കുള്ളൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്, BGMI സ്മൂത്ത് എക്സ്ട്രീമിൽ കളിക്കാൻ പറ്റും, പിന്നെ HDR അൾട്രയിൽ കളിക്കാനായിട്ട് പറ്റും. സോ മാക്സ് ഔട്ട് ഗെയിമിംഗ് ഫോണൊന്നുമല്ല, പക്ഷേ ഗെയിം നോർമലി കളിക്കാൻ പറ്റും. ഗെയിം കളിക്കുമ്പോൾ ബാക്ക് സൈഡിൽ വാംത്ത് ആവുന്നുണ്ട്. നമ്മൾ വീഡിയോസൊക്കെ കുറേ നേരം ഷൂട്ട് ചെയ്യുന്ന സമയത്തും ബാക്ക് സൈഡിൽ ചെറിയൊരു വാംത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ആ ഒരു വാംത്ത് പെർസിസ്റ്റൻ്റ് ആണ്, കാരണം ഗ്ലാസ് ബാക്ക് ആണ്. പിന്നെ ഇതിനകത്ത് 8GB LPDDR5 റാം ഉണ്ട്. ആൻഡ് UFS 3.1ൻ്റെ 256GB ഒരു സ്റ്റോറേജ് ആണ്. ഇത് ഹയർ വേരിയൻ്റ് ആണ്. ബേസ് വേരിയൻറ്റ് 8GB 128GB ആണ്. സോ 778G+ വേണ്ടിയിട്ട് ഈ ഒരു പ്രൈസ് പോയിന്റ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 870 ഒക്കെ സുഖമായിട്ട് IQ Neo 6, Poco F4 അതിലൊക്കെ. സോ അത് ടോട്ടലി പെർഫോമൻസ് ബേസ്ഡ് ഗെയിമിങ്ങിന് വേണ്ടിയാണ്. പക്ഷേ ഇത് ടോട്ടലി ഒരു എന്താ പറയുക, ഓവറോൾ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ചിപ്പായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് ഒരു ആൾട്ടർനേറ്റീവായിട്ട് സാംസങ്ങിൻ്റെ A52s ഉണ്ട്, പക്ഷേ അതിനകത്ത് ഇല്ലാത്ത അതിനകത്തുള്ള എന്നാൽ ഇതിനകത്ത് ഇല്ലാത്തൊരു കാര്യമാണ് ബ്ലോട്ട് വെയേഴ്സ്. ഇതിനകത്ത് ഓണാക്കി കഴിഞ്ഞാൽ നത്തിങ് OS എന്ന് പറയുന്നത് ബ്ലോട്ട് വെയേഴ്സ് ഒരെണ്ണം പോലും ഇല്ല. ഗൂഗിൾ ഞാൻ ശരിക്കും ആദ്യം വിചാരിച്ചു ഗൂഗിൾ പിക്സലിൻ്റെ ഒരു കസ്റ്റമർ റോം എന്തെങ്കിലും ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന്. കാരണം ഒരു പിക്സൽ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ടോട്ടലി ബ്ലോട്ട് വെയർ ഫ്രീ, ആഡ് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ സ്ക്രോളിങ് തന്നെ കുറച്ചുള്ളൂ, കണ്ടില്ല, ഇത്രയേ ഉള്ളൂ സ്ക്രോൾ ചെയ്യാനായിട്ട്, വേറെ ഒന്നുമില്ല. ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ആപ്ലിക്കേഷൻസ് അനാവശ്യമായിട്ട് ജോഷ് നമുക്കറിയാം ആ സാധനങ്ങളൊന്നും ഡൗൺലോഡ് ആവില്ല എന്നുള്ളതുകൊണ്ട് ഇനീഷ്യൽ ഇംപ്രഷൻസിൽ പെർഫോമൻസ് സൂപ്പർ. അത് മാത്രമല്ല അത് 3 ഇയേഴ്സിൻ്റെ ഒരു OS അപ്ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 12ലാണ് ഇത് വരുന്നത്. സോ 3 ഇയേഴ്സ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് പ്ലസ് 4 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റും പറയുന്നുണ്ട്. ഇതുവരെ ഒരു അപ്ഡേറ്റ് പോലും ആയിട്ടില്ലല്ലോ. സോ അതിൽ ലോങ് ടേം റിവ്യൂവിൽ നമുക്കൊന്നും പറയാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും പ്രോമിസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നല്ല കാര്യം. യെസ്, കമ്മിങ് ടു ക്യാമറ, ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. കാരണം അനാവശ്യമായിട്ട് കുറേ ക്യാമറ വേണ്ടെന്ന് വെച്ചിട്ട് ഒരു പ്രൈമറി ക്യാമറ, ഒരു വൈഡ് ആംഗിൾ ക്യാമറ. ഈ പ്രൈമറി ക്യാമറ സോണിയുടെ IMX766 ആണ്. ആൻഡ് പ്രൈമറി ക്യാമറയുടെ കാര്യം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ സൈഡ് ബൈ സൈഡ് iPhone 12ഉമായിട്ടാണ് കമ്പയർ ചെയ്തത്. നിങ്ങൾക്ക് ഫോട്ടോസ് കാണാനായിട്ട് പറ്റും. ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഈ പ്രൈസ് പോയിന്റിൽ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ള വേറെ ഫോണുകളാണ്. ഈ ഒരു സാംസങ്ങിൻ്റെ A52s ഉണ്ട്, അതേപോലെ തന്നെ കുറച്ചുകൂടെ ഹയർ പ്രൈസ് പോയിന്റിൽ A73 കിട്ടുന്നുണ്ട്, പിന്നെ M53 കിട്ടുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ക്യാമറാസ് എന്ന് പറയുന്നത് ഒരു ബെഞ്ച് മാർക്ക് പോലെ സെറ്റായി വന്നിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് എങ്ങനെയാണോ കാണുന്നത് അതേ ഒരു സിഗ്നേച്ചർ ഫോട്ടോസിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഐഫോണുമായിട്ട് സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും തോന്നും ആ ഒരു വ്യത്യാസം. എന്നാൽ നോർമലി നിങ്ങൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് 12 മെഗാപിക്സലിലാണ് ഫോട്ടോസ് എടുക്കുന്നത്. മുകളിൽ എഴുതി കാണിക്കും. 50 മെഗാപിക്സലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു 50 MP കിട്ടുള്ളൂ. 50 MPയിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഡിജിറ്റലായിട്ട് അവർ കുറച്ച് ഫോട്ടോ ഷാർപ്പൻ ചെയ്യുന്നതായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഞാൻ എന്നെ തന്നെ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ സൂം ചെയ്തപ്പോഴൊക്കെ ആ ഒരു ഡിജിറ്റൽ ഷാർപ്പ്നെസ് ചെറുതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ പോലും ഓവറോൾ സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ പക്കയാണ്. എന്നാൽ 50 MPയുടെ അൾട്രാ വൈഡ് ക്യാമറയിൽ വരുമ്പോൾ അത് സാംസങ്
JN1 സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പ്രൈമറി ക്യാമറ വെച്ച് നല്ല വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ചും കളറിൻ്റെ ആ ഒരു ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. പ്രൈമറിയിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ ഒരു കളർ ഷിഫ്റ്റ് വരുന്നുണ്ട്. വീഡിയോസ് എടുക്കുവാണെങ്കിലും കളർ ഷിഫ്റ്റ് വരുന്നുണ്ട്. മോശമെന്നല്ല, ഔട്ട്ഡോർ കണ്ടീഷൻസിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. ഇൻഡോർ കണ്ടീഷൻസിൽ ഗ്രെയിൻസ് നമുക്ക് കാണുന്നുണ്ട് കുറച്ച് ലൈറ്റ് കുറഞ്ഞ സ്ഥലങ്ങളിൽ. ഏതിൽ? അൾട്രാ വൈഡിൽ. ഇനി അൾട്രാ വൈഡ് തന്നെ നമുക്ക് മാക്രോ ക്യാമറയായിട്ട് ഉപയോഗിക്കാം. ജസ്റ്റ് അടുത്തേക്ക് കൊണ്ടുപോയിട്ട് മാക്രോ മോഡിൽ ഫോട്ടോസ് എടുക്കാം. മാക്രോ മോഡ് കുഴപ്പമില്ല, കാരണം 50 MP അൾട്രാ വൈഡിലാണ് എടുക്കുന്നത്, അല്ലാണ്ട് 5 MP അല്ല എന്നുള്ളതുകൊണ്ട് മാക്രോ മോഡ് ഈസ് ഓൾസോ ഡീസെൻറ്റ്. വീഡിയോഗ്രാഫിയിൽ 4K 30 FPS മാക്സിമം എടുക്കാൻ പറ്റുന്നത്. അത് ലേശം ഡിസപ്പോയിൻറ്റിംഗ് ആയിപ്പോയി, കാരണം 1080p 60 FPS എടുക്കാൻ പറ്റും. വീഡിയോ സാമ്പിൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. വീഡിയോഗ്രാഫിയുടെ കാര്യത്തിൽ 1080p 60 FPS നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് മാക്സിമം 4K 30 FPS വീഡിയോസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു ഈവനിങ് ടൈമാണ്. ആൻഡ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ട്. സോ നമ്മളിപ്പോൾ നടന്നുകൊണ്ടാണ് വീഡിയോസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നല്ല രീതിക്ക് തന്നെ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡൈനാമിക് റേഞ്ചും അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് മുന്നിലേക്ക് ഒരു ഒബ്ജക്റ്റ് വന്നാൽ ഫോക്കസ് നന്നായിട്ട് ആവുന്നുണ്ട്. ആൻഡ് സബ്ജക്റ്റ് പോകുമ്പോൾ ഫോക്കസ് നേരെ മാറുന്നുണ്ട്. സോ ഓവറോൾ കുഴപ്പമില്ല. വീഡിയോസ് ആർ ഫൈൻ. അൾട്രാ വൈഡ് ക്യാമറയിൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. അൾട്രാ വൈഡ് ക്യാമറയിലും നമുക്ക് സ്റ്റെബിലൈസേഷൻ ലഭിക്കുന്നുണ്ട്. നടന്നുകൊണ്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാറ്റടിക്കുന്നുണ്ട്. സോ അൾട്രാ വൈഡ് ക്യാമറയിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ചെറിയ രീതിക്ക് ഒരു ഫ്രെയിം ഡ്രോപ്പ് അല്ലെങ്കിൽ ഫ്രെയിം സ്റ്റട്ടർ. ഓക്കെ, അൾട്രാ വൈഡ് ക്യാമറയ്ക്കകത്തും ഫോട്ടോ ഫോക്കസ് ഉണ്ട്. ഫോക്കസ് പോകുന്നുണ്ട്, ഫോക്കസ് ആവുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അൾട്രാ വൈഡിൽ നിന്ന് നോർമൽ ക്യാമറയിലേക്ക്, നോർമലിൽ നിന്ന് അൾട്രാ വൈഡിലേക്ക് പോകാൻ പറ്റില്ല. സോ ഓൾറെഡി ചൂസ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. പ്രൈസ് പോയിന്റിൽ 4K 60 FPS കൊണ്ടുവരാമായിരുന്നു. പക്ഷേ അതിലും ഡിസപ്പോയിന്റ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ട് ക്യാമറയാണ്. ഓക്കെ, ഡിസപ്പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഫ്രണ്ട് ക്യാമറ 16 മെഗാപിക്സലിലാണ്. ഫോട്ടോസ് ആർ റിയലി ഗുഡ്. സത്യമായിട്ട് ഫോട്ടോസ് റിയലി ഗുഡാണ്. പക്ഷേ നിങ്ങൾ ഐഫോണും ഇതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഐഫോണിൽ മുഖത്തുള്ള ഓരോ കുരുവും കുഴിയും എല്ലാം കാണും. പക്ഷേ ഇതിനകത്ത് ലേശം ഒരു പോളിഷിങ് അല്ലെങ്കിൽ സ്മൂത്തനിങ് പോലെ തോന്നുന്നുണ്ട് എന്ന് മാത്രം. പക്ഷേ കളർ റീപ്രൊഡക്ഷൻ എല്ലാം അത്യാവശ്യം കൊള്ളാം. ഈവൻ പോർട്രേറ്റ് മോഡിൽ എഡ്ജ് ഡിറ്റക്ഷനും കൊള്ളാം. അത് ഈവൻ ബാക്കിലും കൊള്ളാം. എന്നാൽ വീഡിയോ എടുക്കുമ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ 720p 30യും 1080p 30യും മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. 1080p 60 FPS എങ്കിലും വെക്കാമായിരുന്നു. ഒരു ഫ്രണ്ട് ക്യാമറ വീഡിയോ സാമ്പിളും കൂടെ കാണാം. ഇപ്പം നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നത്തിങ് ഫോൺ 1ന്റെ ഫ്രണ്ട് ക്യാമറയിലൂടെയാണ്. 1080p 30 FPS മാക്സിമം എടുക്കാൻ പറ്റുന്നത്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ 4K 30 FPS ഒക്കെ പ്രതീക്ഷിച്ചു. ഇതിപ്പോൾ 1080p 30 മാത്രമേ ഉള്ളൂ. 1080p 60 FPSും ഇല്ല, 720p 60 FPSും ഇല്ല. സോ ഇത്തരത്തിലുള്ള രീതിക്കായിരിക്കും വീഡിയോ എടുക്കുന്നത്. ആൻഡ് ഓഡിയോ ക്വാളിറ്റി ഏകദേശം ഇത്തരത്തിലായിരിക്കും. പിന്നെ ഓവറോൾ വീഡിയോയിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ലഭിക്കുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നമുക്ക് പ്രൈമറി ക്യാമറയിൽ മാത്രമല്ല അൾട്രാ വൈഡ് ക്യാമറയിലും കുഴപ്പമില്ലാത്ത സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. അത് OIS ആണോ അതോ EIS ആണോ എന്നറിയില്ല. ബട്ട് ഓവറോൾ ഔട്ട്പുട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സ്റ്റേബിൾ ആണ്. ഇനി ഈ ഫോണിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ ഗ്ലിഫ് ഇന്റർഫേസ്. സെറ്റിംഗിൽ പോയി കഴിഞ്ഞാൽ ഓണും ഓഫും ആക്കാനായിട്ട് പറ്റും. സോ ഗ്ലിഫ് ഇന്റർഫേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് നത്തിങ്ങിൻ്റെ തന്നെ സൗണ്ടുകളുണ്ട്. ഇതേ കണ്ടില്ലേ? അതിനനുസരിച്ച് ഇങ്ങനൊരു 10 സൗണ്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ സ്വന്തം റിംഗ് ടോണുകളും ഇതിനകത്ത് വെക്കാം. അതും ഈ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ് ആയിട്ട് സിങ്ക്രോണൈസ് ആവുന്നുണ്ട്. അത് പലരും അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോർമലി ഇരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് ഓരോ കോൺടാക്ട് അല്ലെങ്കിൽ ഓരോ ആപ്ലിക്കേഷന് വേണ്ടി ഈ ഒരു ഗ്ലിഫിൻ്റെ പാറ്റേൺ ഒക്കെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ എടുത്ത് നോക്കാതെ തന്നെ ആരാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണ് മെസ്സേജ് എന്നൊക്കെ അറിയാൻ പറ്റുമെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഗ്ലിഫിൻ്റെ പാറ്റേൺ നിങ്ങൾ ഓർത്തിരിക്കണം. എത്ര പേര് ഗ്ലിഫിൻ്റെ പാറ്റേൺ ഓർത്തിരിക്കും? ഇനി രണ്ടാമത്തത് ഓർത്തിരുന്നത് തന്നെ, നമ്മുടെ ഫോണിൽ എൻ്റെ ഫോണിൽ ഏറ്റവും കൂടുതൽ ഞാൻ കെയർ കൊടുക്കുന്ന ഒരു സാധനമാണ് ഫോണിൻ്റെ സ്ക്രീൻ. ഫോണിൻ്റെ വേറെ എവിടെ വേണമെങ്കിലും സ്ക്രാച്ച് വീണോ എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷേ ഫോണിൻ്റെ ഫ്രണ്ടിൽ സ്ക്രീനിൽ സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. കാരണം സ്ക്രീൻ ഇല്ലാണ്ട് ഫോണില്ലല്ലോ. എന്നാൽ നത്തിങ് പറയുന്നത് നമ്മൾ ഫോൺ കമിഴ്ത്തി വെക്കണം. ഫ്ലിപ്പ് ടു ഗ്ലിഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഫോൺ കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്ലിഫിലെല്ലാം കാണാൻ പറ്റും. എന്നിട്ട് എന്താ നോട്ടിഫിക്കേഷൻ വായിക്കണമെങ്കിൽ തിരിച്ച് പൊക്കിയെടുത്ത് നോക്കണം. അപ്പോൾ അങ്ങനെ കമിഴ്ത്തി വെച്ച് ഇതിൻ്റെ സ്ക്രീൻ ഉറഞ്ഞു പോകും. അതുകൊണ്ട് എനിക്കത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നിയില്ല. പിന്നെ പകുതി മുക്കാൽ സമയം ഫോൺ പോക്കറ്റിലായിരിക്കും, അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ കയ്യിൽ വെച്ച് അല്ലെങ്കിൽ ചെവിയിൽ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ ക്ലിഫൊക്കെ കത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ പുറത്തൊക്കെ കുറച്ച്
ഫങ്കി ആയിരിക്കും. പക്ഷേ ക്ലിഫിൽ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജിങ് ഇൻഡിക്കേറ്റർ പോലെ എത്രയാണ് ബാറ്ററി പെർസെൻറ്റേജ് എന്ന് ഇവിടെ കാണിക്കുന്നതായിരിക്കും. പ്ലസ് നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഒരു ഫിൽ ലൈറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സാധനം ഉപയോഗിക്കാം. വലിയ മെച്ചമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഫോട്ടോയുടെ അകത്ത് ഒരു കാര്യം വിട്ടുപോയി, വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു LED ഉണ്ട് കേട്ടോ. അത് വീഡിയോ എടുക്കുമ്പോൾ റെഡ് കളറിൽ ബ്ലിങ്ക് ചെയ്യും. പക്ഷേ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെ കിടക്കുമെന്നില്ല, നമുക്കത് ഓഫ് ആക്കി ഇടാനുള്ള ഒരു ഓപ്ഷനും കൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ അകത്ത് ഫ്രണ്ടിൽ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. കുഴപ്പമില്ല, നല്ല അൾട്രാസോണിക്കിന് അത്രയും ഫാസ്റ്റ് അല്ല, എന്നാലും കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് വയ്ക്കുമ്പോൾ ഓൺ ആവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പ്ലസ് ഫേസ് അൺലോക്കിൻ്റെ ആ ഒരു ഓപ്ഷനും കൂടെ ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ലാതെ ഈ ഫോണിനകത്ത് നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നുണ്ട്. കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എങ്ങനെയാണോ ഓൾവേസ് ഓൺ കണ്ടില്ലേ, ആ ഒരു രീതി തന്നെ അങ്ങോട്ട് ഓൾവേസ് ഓൺ ആയിട്ട് മാറും. സോ ഇനി കമ്മിങ് ടു ബാറ്ററി ലൈഫ് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഇതൊരു ഫസ്റ്റ് ഇംപ്രഷനാണ്, റിവ്യൂ അല്ല എത്ര നേരം നിൽക്കുമെന്ന്. പല വീഡിയോകളിലും 6 മണിക്കൂറൊക്കെ നിൽക്കുമെന്ന് പറയുന്നു. എന്തായാലും ഞാൻ ഫോൺ മേടിച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത് 45 വാട്ട് ചാർജർ ഇല്ല, 25 വാട്ടിൻ്റെ സാംസങ്ങിൻ്റെ ഒരു ചാർജറിനുള്ള PD ടൈപ്പ് C അത് കുത്തിയപ്പോൾ ചാർജിങ് റാപ്പിഡ്ലി എന്ന് കാണിക്കുന്നുണ്ട്. സോ ഫാസ്റ്റ് ചാർജിങ് PD വഴി ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. 33 വാട്ടിൻ്റെ വരെ. അത് നോർമൽ നിങ്ങളുടെ കയ്യിലുള്ള 33 വാട്ട് ചാർജറൊക്കെ കുത്തിയാൽ ശരിയാവില്ല, ഈ PD ഉണ്ടോ എന്ന് നോക്കണം. സോ 4500 mAh ഒരു ബാറ്ററിയാണ്. പക്ഷേ ഇതിൻ്റെ തടി കണ്ടിട്ട് എനിക്ക് ഒരു 5000 mAh ഫീൽ ചെയ്തു. കാരണം നമ്മൾ ഇന്നലെ അൺബോക്സ് ചെയ്ത സാംസങ്ങിൻ്റെ M13 ആ ഒരു ഫോണിൻ്റെ അതേ തടിയാണ് ഇതിനുള്ളത്. സോ അതിനകത്ത് 5000 ഉള്ളതുകൊണ്ട് ഇത് ചിലപ്പോൾ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കാം, എന്നാൽ പോലും കുഴപ്പമില്ല. പിന്നെ IP53 ആണോ IP53 റേറ്റിംഗ് ആണെന്ന് തോന്നുന്നു. സോ ടോട്ടലി വെള്ളത്തിൽ മുക്കിയൊന്നും വെക്കാനായിട്ട് പറ്റില്ല. ആ ഒരു റെഡ് കണ്ടില്ലേ സിം ട്രേഡ് അവിടെ. ആൻഡ് ബാക്ക് പാനൽ നല്ല രീതിയിൽ ഫിംഗർ പ്രിൻറ്റ്സ് ആവുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. പ്ലസ് ഈ പ്രൈസ് പോയിന്റ് നമുക്ക് കിട്ടാത്ത കാര്യമാണ് ഒന്ന് ഗ്ലാസ് ബാക്ക്, പക്ഷേ വയർലെസ് ചാർജിങ്ങിൽ ഉപരി റിവേഴ്സ് വയർലെസ് ചാർജിങ് അഥവാ ചാർജ് ഷെയറിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ ലഭിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളും ചാർജ് ചെയ്യാം, ഗാഡ്ജറ്റ്സും ചാർജ് ചെയ്യാം, ഇയർ ഫോൺ ഉണ്ടെങ്കിൽ അതും ചാർജ് ചെയ്യാം. സോ അതും ഒരു അടിപൊളി സംഭവമാണ്. ഇനി 5G ബാൻഡുകളുടെ കാര്യത്തിൽ 12 5G ബാൻഡുകളുണ്ട്. സോ 5G ബാൻഡിൽ കുറവൊന്നുമില്ല. പ്ലസ് 4G പ്ലസ് അഥവാ കാരിയർ അഗ്രിഗേഷൻ സപ്പോർട്ടും കൂടെ ലഭിക്കുന്നുണ്ട്. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാല്യൂ ഫോർ മണി ആണോ? 32,999 രൂപ കൊടുത്ത് ഇത് മേടിക്കുന്നത് നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു 32,999 രൂപ പ്രൈസ് പോയിന്റ് എടുക്കാം. ആ ഒരു പ്രൈസ് പോയിന്റിൽ 778G പ്ലസ് ചിപ്പ് സെറ്റ് അത് ഓക്കെ എന്ന് പറയാം. പക്ഷേ അലുമിനിയം ഫ്രെയിം കിട്ടാൻ പാടാണ്. ഗ്ലാസ് ബാക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ ബാക്കും ഫ്രണ്ടും കിട്ടാൻ പാടാണ്. പ്ലസ് നിങ്ങൾക്ക് ടോട്ടൽ ഓവറോൾ ടോട്ടൽ ഈക്വൽ ബെസൽസ് ഉള്ള ഡിസ്പ്ലേ, നിയർലി ചിൻലെസ് ഡിസ്പ്ലേ, 120 Hz 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ കിട്ടാൻ പ്രയാസമാണ്. ഇതിലെല്ലാം ഉപരി ഈ ഒരു പ്രൈസ് പോയിന്റിലെ മറ്റ് ഫോണുകൾ നോക്കുവാണെങ്കിൽ ബ്ലോട്ട് വെയേഴ്സ്, അഡ്വർടൈസ്മെൻറ്റ്സ്, അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ്, ഈ കാര്യങ്ങളെല്ലാം ഉള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് അതൊന്നുമില്ല എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് ആണ്. 3 ഇയേഴ്സിൻ്റെ അപ്ഡേറ്റ് പ്രോമിസ് ചെയ്യുന്നുണ്ട്, 4 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റും പ്രോമിസ് ചെയ്യുന്നുണ്ട്. സോ കുറച്ച് വാഗ്ദാനങ്ങളുണ്ട്. പക്ഷേ സ്റ്റിൽ എനിക്ക് കൺഫ്യൂഷൻ ഉള്ളത് ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതുകൊണ്ട് ഇപ്പോഴാണ് കുറേ ആൾക്കാരുടെ കയ്യിൽ കിട്ടുന്നത്. ആൻഡ് പല ആൾക്കാരും പല രീതിക്ക് ഉപയോഗിക്കും എന്നുള്ളതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിലായിരിക്കും കംപ്ലയിൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അറിഞ്ഞ് വരുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ടേമിൽ എങ്ങനെയായിരിക്കും, ഇതിൻ്റെ വാറൻറ്റി എങ്ങനെയായിരിക്കും, സർവീസ് എങ്ങനെയായിരിക്കും, ബാറ്ററി ലൈഫ് എങ്ങനെയായിരിക്കും, ക്യാമറ ലോങ് ടേമിൽ എങ്ങനെ പെർഫോം ചെയ്യും, OS ഇപ്പോൾ ഓൺ ആക്കിയിട്ടേ ഉള്ളൂ, കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതെല്ലാം നമുക്ക് ഡീറ്റെയിൽ റിവ്യൂവിലേ പറയാനായിട്ട് പറ്റുള്ളൂ. സോ ഞാനിത് പ്രൈമറി ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതറിയാനായിട്ട് ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ നത്തിങ് ഫോൺ 1ൻ്റെ ഒരു ക്വിക്ക് ഇംപ്രഷൻ. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഇതേ സെൻസേഴ്സിനെ കാരണം ഇതിനകത്ത് എല്ലാ സെൻസേഴ്സും ഉണ്ട് കേട്ടോ. ഈവൻ NFC സപ്പോർട്ടും ഉണ്ട്. സോ നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് പേ കാർഡുകൾ ആഡ് ചെയ്തൊക്കെ വെക്കാനായിട്ട് പറ്റും.